അത്യുന്നതന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായ നസറേനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യൗസേഫിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. പലതരത്തിലുള്ള വേദഭാഗങ്ങൾ ദൈവം കരുതിയിരിക്കുന്നത് പലതരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മളെയൊക്കെ ശക്തീകരിക്കാനാണ്. അപ്പോൾ അത്തരമൊരു വേദഭാഗമാണ് ഇത്. യൗസേഫ് ഒരു സ്വപ്നക്കാരനായിരുന്നു. ഡ്രീമർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വപ്നക്കാരൻ എന്നുള്ള ഒരു ടൈറ്റിൽ വളരെ വ്യത്യാസമുള്ള ഒരു ടൈറ്റിലാണ്. തൻ്റെ വളരെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ 17ാമത്തെ വയസ്സിൽ തന്നെ ദൈവം യൗസേഫിനെ സ്വപ്നത്തിൽ കൂടി കാണിക്കുകയാണ് താൻ ആരാകും എന്ന് പറഞ്ഞാൽ വലിയ മുൻഗണനയുള്ള ഒരാളാവും, അല്ലെങ്കിൽ വലിയ മേന്മയേറിയ ഒരു പദവിയിലേക്കാണ് തന്നെ ഉയർത്താൻ പോകുന്നത് എന്ന് സ്വപ്നത്തിൽ കൂടി ദൈവം യൗസേഫിനെ കാണിക്കുകയാണ്. തൻ്റെ അപ്പനും അമ്മയും മാത്രമല്ല തൻ്റെ സഹോദരങ്ങളും ഒക്കെ തന്നെ വന്ന് നമസ്കരിക്കുന്ന അത്ര വലിയ പദവിയിലാണ് താൻ പോകുന്നത് എന്നുള്ള ഈ ഒരു സ്വപ്നം മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് യൗസേഫ് തൻ്റെ സഹോദരന്മാരോട് വന്ന് പറയുമ്പോൾ അവർക്ക് അവനോട് വലിയ നീരസം തോന്നുന്നു. നീരസം മാത്രമല്ല, യൗസേഫിനെ തൻ്റെ പിതാവിന് അല്ലെങ്കിൽ യാക്കോബിന് വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർക്ക് യൗസേഫിനോട് സ്വാഭാവികമായിട്ടും അസൂയയുമുണ്ട്. അങ്ങനെ അസൂയയും വിദ്വേഷവും ഒക്കെ കൊണ്ട് അവർ യൗസേഫിനെ കൊല്ലാനാണ് തീരുമാനിക്കുന്നത്. കൊല്ലാൻ തീരുമാനിച്ച ശേഷം സഹോദരന്മാർ പറയുകയാണ്, സ്വപ്നക്കാരൻ്റെ സ്വപ്നങ്ങൾക്ക് എങ്ങനെയാണ് യാഥാർത്ഥ്യമാവുന്നത്, അല്ലെങ്കിൽ സ്വപ്നക്കാരൻ്റെ സ്വപ്നം എങ്ങനെയാവും എന്ന് നമ്മൾക്കൊന്ന് നോക്കിക്കാണാം, എന്താവും ഇവൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിച്ചുകൊണ്ട് യൗസേഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയാണ്. ബട്ട് ഗോഡ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ആ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുമ്പോൾ അവർ വിചാരിച്ചു ഇനി ഒരിക്കലും ഇവൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകത്തില്ല, ഇവൻ ഇവിടെ കിടന്ന് മരിച്ചു പോകും. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വലിയ വ്യത്യാസമുള്ള പദ്ധതിയാണ്. എന്തു തന്നെയാണെങ്കിലും പൊട്ടക്കിണറ്റിൽ നിന്നും യൗസേഫിൻ്റെ സഹോദരന്മാർ യൗസേഫിനെ പുറത്തെടുത്ത് അവർ തീരുമാനിക്കുകയാണ് എന്താണെങ്കിലും കൊല്ലുന്നില്ല, ഇവനെ അടിമപ്പണിക്ക് വേണ്ടി വിറ്റ് കളയാം. അങ്ങനെ മിസ്രൈമിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് അടിമയായിട്ട് യൗസേഫിനെ വിൽക്കുകയാണ്. അടിമയായിട്ട് യൗസേഫിനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു ക്രൂക്കട്ട് മെൻറ്റാലിറ്റിയാണ് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും മോശമായ ജീവിത സാഹചര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും മോശമായ ഒരു ജോലിയായ അവസ്ഥയിലായ അടിമപ്പണിയിലേക്ക് യൗസേഫിനെ തള്ളിയിട്ടപ്പോൾ അവർ ചിന്തിച്ചത് സ്വപ്നക്കാരൻ്റെ സ്വപ്നങ്ങൾ നിവൃത്തിയാകുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ബട്ട് ഗോഡ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ഗോഡ് ഓൾവേസ് ഹാസ് എ ഡിഫറെൻറ്റ് പ്ലാൻ. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മളെങ്ങനെ വലുതാവും, നമ്മൾ എവിടെ വരെ പോകും, നമ്മളെങ്ങനെ കടമ്പ കടക്കും എന്നൊക്കെ ചിന്തിച്ച് പലരും നമ്മൾക്കെതിരെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഗോഡ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ഗോഡ്സ് പ്ലാൻസ് ആർ ഓൾവേസ് ഡിഫറെൻറ്റ്. ഇത് മാത്രമല്ല, യൗസേഫിൻ്റെ സഹോദരന്മാർ ചെയ്യുന്നത് മറ്റൊരു വളരെ മോശമായ കാര്യം കൂടിയാണ്, വളരെ ക്രൂരമായ ഒരു കാര്യം കൂടിയാണ്. യൗസേഫ് മരിച്ചു എന്ന് വെറുതെ പറഞ്ഞ് യൗസേഫിൻ്റെ വസ്ത്രത്തിൽ ചോര മുക്കി അപ്പനെ കാണിക്കുകയാണ്. പൂർണ്ണമായിട്ടും യൗസേഫിനെ ഇല്ലാതെയാക്കാൻ, പ്രതീക്ഷ പോലും ഇല്ലാതെയാക്കാൻ വേണ്ടി അവർ യൗസേഫ് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുകയാണ്. സ്വപ്നക്കാരൻ്റെ സ്വപ്നങ്ങൾക്ക് എങ്ങനെ യാഥാർത്ഥ്യം വരും എന്നത് നമുക്ക് നോക്കാം എന്നുള്ള പരിഹാസത്തിൻ്റെ പുറത്തുള്ള ഒരു പ്രവൃത്തിയാണിത്. ബട്ട് ഗോഡ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ഗോഡ് ഓൾവേസ് ഹാസ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ വ്യത്യസ്തമായ പദ്ധതികളാണ്. അങ്ങനെ മിസ്രൈമിലേക്ക് അടിമയായിട്ട് യൗസേഫ് പോവുകയാണ്. ധനികനായ യാക്കോബിൻ്റെ പ്രിയപുത്രനായ യൗസേഫ് അവിടെ ചെല്ലുന്നത് അടിമയായിട്ടാണ്. പോത്തിഫേറിൻ്റെ ഭവനത്തിൽ അടിമയായിട്ട് പോകുന്ന യൗസേഫിന് അവിടെയും വളരെ മോശമായ അവസ്ഥയാണ് കാത്തിരിക്കുന്നത്. നീതിമാനായ യൗസേഫ് എത്രമാത്രം നീതിമാനായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നീതിമാനായ യൗസേഫ് വളരെ മോശമായ ആരോപണങ്ങൾ കേട്ടുകൊണ്ടാണ് കാരാഗൃഹത്തിലേക്ക് പോകുന്നത്. യൗസേഫിൻ്റെ ആ ഒരു മാനസികാവസ്ഥ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നത് തന്നെയാണ്. അങ്ങനെ പൊട്ടക്കിണറ്റിൽ നിന്നും യൗസേഫ് കാരാഗൃഹത്തിൽ എത്തുകയാണ്. ബട്ട് ഗോഡ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. God had a different plan. God always has a different plan. കാരാഗൃഹത്തിൽ എത്തുന്ന യൗസേഫിനും പിന്നെയും അവനെ കാത്തിരിക്കുന്നത് മനുഷ്യരുടെ അവഗണനയാണ്. സഹായം ചെയ്തിട്ടും യൗസേഫിനെ മറന്നു പോകുന്ന ആ ഒരു സേവകൻ്റെ ആ ഒരു അവഗണനയും യൗസേഫ് അവിടെ അനുഭവിക്കുകയാണ്.
ഓരോ ദിവസം ഒരുപക്ഷെ യൗസേപ്പ് ഇങ്ങനെ കാതോർത്ത് ഇരിക്കുന്നുണ്ടായിരുന്നായിരിക്കണം, എന്നെയും കാത്ത് ആരെങ്കിലും വരും എന്നത്. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങൾക്കും ഒക്കെ ശേഷം ഗോഡ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഫറവോൻ യൗസേഫിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയാണ്. അങ്ങനെ ഇത്രയും വർഷങ്ങളുടെ സഹനത്തിൽ കൂടി, പരീക്ഷണങ്ങളിൽ കൂടി, വളരെ മോശം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയതിന് ശേഷം ഓവർനൈറ്റ് പെട്ടെന്ന് തന്നെ യൗസേഫിൻ്റെ ഗതി മാറുകയാണ്, യൗസേഫിൻ്റെ സ്ഥാനം മാറുകയാണ്. യൗസേഫ് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രി ആവുകയാണ്. പിൽക്കാലത്ത് ഇസ്രായേൽ മക്കളുടെ രക്ഷകനായിട്ട് വന്ന യൗസേഫിനെ ദൈവത്തിൻ്റെ പദ്ധതികൾ എങ്ങനെ വന്നാലും, ആരൊക്കെ പ്രതികൂലമാണെങ്കിലും ദൈവം തൻ്റെ പദ്ധതികൾ നിവർത്തിയാക്കും എന്നത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് ഈ ഒരു വേദഭാഗത്തിൽ കൂടി. God always have a different plan. God had a different plan in the case of Joseph. ഇത് മാത്രമല്ല, നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഇവിടെ കാണുന്നുണ്ട്. യൗസേഫിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ചുറ്റുമുള്ള മനുഷ്യരായിരുന്നു. ആ ഒരു സാഹചര്യങ്ങളായിരുന്നു യൗസേഫിന് പ്രതികൂലമായിട്ട് ഉണ്ടായിരുന്നത്. തൻ്റെ ഏറ്റവും ഉറ്റവരായ സഹോദരങ്ങളും താൻ സഹായിച്ചവരുമായ ആൾക്കാരൊക്കെ തടസ്സങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ആയിട്ട് മുമ്പിൽ വന്നപ്പോൾ അവിടെയുമൊക്കെ ആ തടസ്സങ്ങൾക്കൊക്കെ അതിനെയൊക്കെ ലഘൂകരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു വേദഭാഗത്തിൽ ഉടനീളം കാണുന്ന ഒരു പ്രത്യേകതയാണ്, യോസേഫിൻ്റെ വേദഭാഗത്തിലെ ഒരു പ്രത്യേകതയാണ്, ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്, ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. യഹോവ യൗസേഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വചനം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നു. 4 പ്രാവശ്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു വചനം നമ്മൾ കാണുന്നത് യൗസേഫിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ ആയിരുന്നു എന്നതാണ്. 2 പ്രാവശ്യം നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നത്, ഒന്ന് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അടിമപ്പണി ചെയ്തപ്പോഴാണ്. 39-ാമത്തെ വാക്യം ഞാനിത് പെട്ടെന്നൊന്ന് വായിക്കുകയാണ്. യഹോവ യൗസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമ്യനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യൗസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ യൗസേഫിനെ മിസ്രൈമിലേക്ക് അടിമപ്പണിക്കായിട്ട് വിട്ടപ്പോൾ യൗസേഫിൻ്റെ സഹോദരന്മാർ വിചാരിച്ചു അവൻ അടിമയായിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു യജമാനൻ്റെ കാൽ കീഴിൽ ജോലി ചെയ്യുന്ന ആളായിട്ട് ജീവിതകാലം മുഴുവൻ തള്ളി നീക്കും എന്നതാണ്. ബട്ട് God had a different plan. ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അടിമയായിരുന്ന ഒരു യജമാനൻ്റെ കാലിൻ്റെ കീഴിലിരുന്ന് ജോലി ചെയ്യേണ്ട ആളായിരുന്ന യോസേഫ് പൊത്തിഫേറിൻ്റെ വീട്ടിൽ ചെയ്ത അടിമപ്പണി എന്ന് പറഞ്ഞാൽ പൊത്തിഫേറിൻ്റെ വീട്ടിലെ സകല ഗ്രഹ കാര്യങ്ങളുടെയും വിചാരകനായി എല്ലാം മേൽനോട്ടം വഹിക്കുന്ന വളരെ വ്യത്യസ്തനായ അടിമയായിരുന്നു. ഒരുപക്ഷെ ലോകത്തിൽ ഇന്ന് വരെ ആദ്യമായിട്ടും അവസാനമായിട്ടുമായിരിക്കും ഒരു അടിമ ഗ്രഹ വിചാരകനായിട്ട് പൊത്തിഫേറിന് ഉള്ള വസ്തുവകളുടെയും ഗ്രഹത്തിൻ്റെ എല്ലാത്തിൻ്റെയും അധിപനായിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ആളായിട്ട് യൗസേഫ് എന്ന അടിമ ജോലി ചെയ്തത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അടിമ എന്ന് പറയുന്ന ആളുടെ ഒരു അടിമയ്ക്ക് ഏറ്റവും ഇല്ലാത്തൊരു കാര്യമാണ് സ്വാതന്ത്ര്യം. എന്നാൽ പൊത്തിഫേറിൻ്റെ വീട്ടിൽ ഏറ്റവും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ആളായ വളരെ വ്യത്യസ്തനായ അടിമയായിട്ടാണ് യഹോവ യൗസേഫിനെ ഉയർത്തിയത്. കാരണം യഹോവ യൗസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. ദ ലോർഡ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? മനുഷ്യരുടെ പ്രവൃത്തി ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ തടയിടുക എന്നത് മാത്രമായിരിക്കും. ബട്ട് ഗോഡ് ഓൾവേസ് ഹാസ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ദൈവം ഉയർത്തും എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥകളിലേക്ക് നമ്മളെ ദൈവം എങ്ങനെയും കൊണ്ടെത്തിക്കും എന്നതാണ്. വലിയ ഒരു കാര്യമാണ് ഇവിടെ യൗസേഫിന് വേണ്ടി ദൈവം ചെയ്തു കൊടുക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് വരെ ഒരടിമയും ഇത്ര മേന്മയേറിയ ജോലി ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. യജമാനൻ്റെ ഗ്രഹവിചാരകനാകുന്ന വളരെ ശ്രേഷ്ഠമായ പദവിയിലുള്ള അടിമയായിട്ട് യൗസേഫിനെ ദൈവം അവിടെ നടത്തുകയാണ്. God had a different plan always.
ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് 2 തവണ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു കാര്യം നമ്മൾ കാണുന്നത് കാരാഗ്രഹത്തിൽ ആകുന്ന അവസ്ഥയിലാണ്. സാധാരണ ഒരു കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ ജയിലിൽ കഴിയുന്ന ഒരാളുടെ ജീവിതമൊന്നും ആയിരുന്നില്ല യൗസേഫ് ജീവിച്ചത്. അവിടെയും ഒരു ലീഡറിനെ പോലെ തന്നെയാണ് യൗസേഫിനെ ദൈവം ഉയർത്തിയത്, യൗസേഫിനെ ദൈവം സ്ഥാനക്കയറ്റം കൊടുത്തത്. കാരാഗ്രഹത്തിലായിരുന്നിട്ടും ജയിലിലുള്ള ആളിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെയും മാന്യമായ ഒരാളിനെ പോലെ തന്നെ യൗസേഫ് ജീവിച്ചു. ബിക്കോസ് ഗോഡ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. തൻ്റെ സഹോദരന്മാർ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ലായിരിക്കും അടിമയായിട്ട് പൊട്ടക്കിണറ്റിൽ നിന്നും അടിമയായെങ്കിലും അവൻ അതിനേക്കാട്ടിലും വലിയ പടുകുഴിയിലേക്കാണ് യോസഫ് വീണത് എന്നത്. ബട്ട് ഗോഡ് ഓൾവേസ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. പൊട്ടക്കിണറ്റിൽ നിന്നും പടുകുഴിയിലേക്ക് വീണപ്പോഴും അവിടെയും യോസേഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് യോസേഫിൻ്റെ അവസ്ഥ മേന്മയേറിയ അവസ്ഥയിലേക്ക് ആക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. ദൈവം ആ തടസ്സങ്ങളൊക്കെ എടുത്തു മാറ്റി യോസേഫിനെ വലിയ രീതിയിലാണ് ഉയർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ബിക്കോസ് ഗോഡ് ഓൾവേസ് ഹാവ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ഗോഡ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ഗോഡ് വാസ് വിത്ത് ജോസഫ്. ഈ ഒരു വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് യൗസേഫ് തൻ്റെ വലിയ ധനികനായ ആ ഒരു അവസ്ഥയിൽ നിന്നും ഏറ്റവും മോശമായ അടിമപ്പണി ചെയ്തപ്പോഴും ആകുമ്പോഴും ഒക്കെയാണ് നമ്മൾ ഈ ഒരു 4 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ കാണുന്നത്, ഈ ഒരു വേദഭാഗത്തിൽ കാണുന്നത് ദൈവം യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. ഏറ്റവും മോശമായ അവസ്ഥകളിൽ കൂടി കടന്നുപോയപ്പോഴും ഏറ്റവും പരാജയത്തിൻ്റെ ആ ഒരു സഹനത്തിൻ്റെ കഠിനമായ മോശമായ അവസ്ഥകളിൽ കൂടി കടന്നു പോയപ്പോഴും ദൈവം ഓർമ്മിപ്പിച്ചു, ഞാൻ യൗസേഫിൻ്റെ കൂടെ ഉണ്ട്. യൗസേഫിനെ പരാജയപ്പെടുത്തിയത് യൗസേഫിൻ്റെ കൂടെയുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ ഈ പരാജയങ്ങളുടെ തടസ്സങ്ങളും ഒക്കെ നീക്കി അതിനൊക്കെ ബദലായിട്ട് ദൈവം അവിടെ വലിയ വഴിയൊരുക്കിയ ഈ ഒരു വേദഭാഗം നിങ്ങളെയും ഒക്കെ ശക്തിപ്പെടുത്തട്ടെ. ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ ദൈവം നിങ്ങളെയും ഒക്കെ ശക്തീകരിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കഴിവ് കാണിക്കാൻ അവൻ്റെ വലിയ രക്ഷ യൗസേഫിനെ പിന്നീട് കാണിച്ചതുപോലെ തന്നെ കാണിക്കുവാൻ വേണ്ടിയുള്ള വഴിയാണ്. അതുകൊണ്ട് ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള, ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മളോടൊക്കെ കൂടെയുണ്ട്. പലപ്പോഴും നമ്മൾക്ക് കാണത്തില്ലായിരിക്കും. പരാജയങ്ങളിലും അന്ധകാരത്തിലും ഒക്കെ നമ്മൾക്ക് തോന്നും ദൈവം നമ്മളോട് കൂടെ ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു വേദഭാഗം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവം എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഈ ഒരു വേദഭാഗത്തിൽ കൂടി ഒരു കാര്യം കൂടെ മനസ്സിലാവും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവം കൂടെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അവരെ പരാജയപ്പെടുത്തുന്നതും ഉപദ്രവിക്കുന്നവരും ചുറ്റുമുള്ളവരുമായിരിക്കും. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഏറ്റവും കുറവ് ഇതിലായിരിക്കും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനൊക്കെ പോകുന്നത്. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ ഉപദ്രവത്തിന് പാത്രമാകും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. പക്ഷേ വിഷമിക്കേണ്ട, പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ടില്ല. ദൈവം തൻ്റെ സമയമാകുമ്പോൾ താൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തേക്ക്, താൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെയും ഒക്കെ ഉയർത്താൻ പ്രാപ്തനാണ്. അവനത് ചെയ്യുക തന്നെ ചെയ്യും. ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക. ഗോഡ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. യോസേഫിൻ്റെ കാര്യത്തിൽ ഗോഡ് ഹാഡ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ഇതുപോലെ തന്നെ ഗോഡ് ഹാസ് എ ഡിഫറെൻറ്റ് പ്ലാൻ ഫോർ യു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പരാജയം കാണാൻ വേണ്ടി പലരും എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും. പക്ഷേ ഗോഡ് ഓൾവേസ് ഹാസ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ഗോഡ് ഹാസ് എ പ്ലാൻ ബി. വിശ്വസിക്കുക, ഉറച്ച് വിശ്വസിക്കുക. ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് അവൻ്റെ രക്ഷ ദൈവം നിങ്ങളെയും ഒക്കെ കാണിച്ച് വലിയ ടെസ്റ്റിമണീസുമായിട്ട് മുന്നോട്ട് വരട്ടെ. So come fall in love with Jesus and fall in love with the word of God.